ശ്രീ കെ റഫീഖ് ഇവിടെ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, അനിൽ അക്കരെ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ 28 ഇന്ത്യ മുന്നണി പാർട്ടികളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് ജയിച്ചാൽ പ്രധാനമന്ത്രിയാവേണ്ടത്? ഇന്ത്യ മുന്നണിയിൽ 28 കക്ഷികളുണ്ടല്ലോ, ആ കക്ഷികളിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടാനുള്ള സാധ്യത, ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്ന പാർട്ടിക്കായിരിക്കുമല്ലോ, അത് കോൺഗ്രസ് ആണ്. മറ്റൊരു പാർട്ടി കോൺഗ്രസിനെ പോലെ പാൻ ഇന്ത്യൻ പ്രസൻസ് ഉള്ള ഒരു പാർട്ടി ഇന്ത്യ മുന്നണിയിലില്ല. അപ്പോൾ പാൻ ഇന്ത്യൻ പ്രസൻസ് ഉള്ള ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി ആയിരിക്കുമല്ലോ അടുത്ത പ്രധാനമന്ത്രി ആകേണ്ടത്. നിങ്ങൾ ജയിച്ചാൽ എല്ലാവരും ജയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വയനാട്ടിൽ നിങ്ങൾ മത്സരിക്കുന്നത്. കാണേണ്ട കാര്യം ഒറ്റ സെക്കൻഡ്, അദ്ദേഹം പറയട്ടെ. ഓക്കെ, അത് അദ്ദേഹം പറയട്ടെ. അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിച്ചതെന്ന് ഞാൻ ആദ്യം പറയാം. ഞങ്ങൾ മത്സരിക്കുന്നത്, ഇടതുപക്ഷം മത്സരിക്കുന്നത് തീർച്ചയായും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് തന്നെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. യാതൊരു സംശയവുമില്ല. ഞങ്ങൾ BJPയെ ഈ കേരളത്തിൽ നിന്ന് പൂട്ടിക്കുമെന്ന് പറഞ്ഞപ്പോൾ പൂട്ടിച്ചവരാണ്. നിയമസഭയിൽ ഒരാൾ പോലും BJPയുടെ പ്രതിനിധിയില്ല. ഇവിടെ നിയമത്തുണ്ടായിരുന്നത് പൂട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മത്സരിച്ച് ഇവിടെ പൂട്ടിച്ചവരാണ് ഞങ്ങൾ. ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള നിലപാട് തന്നെയാണ് ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നമ്മൾ കാണേണ്ട വിഷയം എന്താ? കോൺഗ്രസ്സിന് അല്പം സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ എന്താ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷികളുമായി അല്ലെങ്കിൽ മറ്റു പാർട്ടികളുമായി, മതനിരപേക്ഷ പാർട്ടികളുമായി സീറ്റ് ധാരണയിലെത്തുന്ന കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടെന്താ? കോൺഗ്രസിൽ സ്വാധീനമുള്ള പ്രദേശങ്ങളിലാണോ സീറ്റ് ധാരണ വളരെ കൃത്യമായി ആയിട്ടുള്ളത്? മറ്റ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള മറ്റ് കക്ഷികൾ, പ്രാദേശിക കക്ഷികൾ ഉൾപ്പെടെയുള്ളവർക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിലാണ് സീറ്റ് ധാരണ ഏറ്റവും നല്ല നിലയിൽ നടന്നിട്ടുള്ളത്. മാത്രമല്ല, ഞാൻ ചോദിക്കുന്നത്, എന്ത് സന്ദേശം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം ഇവിടെ വയനാട് ജില്ലയിൽ വന്നുകൊണ്ട് മത്സരിച്ചുകൊണ്ട് സഖാവ് ആനി രാജയെ പോലെ ഈ രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടിയും വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സഖാവിന് നേരെ ഇവിടെ വന്ന് ഇടതുപക്ഷത്തിന് നേരെ മത്സരിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് അത് നൽകുന്നത്? ആരാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നത് ആഗ്രഹിക്കുന്നത്? അതിനു പകരം ഞാൻ സൂചിപ്പിക്കട്ടെ, ഇതേപോലെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി പോരാടുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ എന്തിനാണ് CPI അല്ലെങ്കിൽ LDF ആനി രാജയെ മത്സരിപ്പിച്ചതെന്ന് തിരിച്ചും ചോദിക്കാലോ. തീർച്ചയായും ഞാൻ പറയട്ടെ, ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ സ്വാഭാവികമായിട്ടും നിങ്ങൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ചില പ്രദേശങ്ങളിൽ കോൺഗ്രസിന് സ്വാധീനമുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരം പ്രദേശങ്ങളിൽ പോയി മത്സരിച്ചാൽ അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഉണ്ടാക്കുന്ന മുന്നേറ്റത്തിന് ഗുണകരമാവുന്ന നിലയിലേക്കുള്ള സമീപനമല്ലേ രാഹുൽ ഗാന്ധി സ്വീകരിക്കേണ്ടത്? ഇവിടെ സ്വാഭാവികമായിട്ടും BJPക്കെതിരെയുള്ള നേരിട്ടുള്ള ഫൈറ്റ് അല്ല ഈ വയനാട് ജില്ലയിലും കേരളത്തിലും നടക്കുന്നത്. BJPക്കെതിരെ നേരിട്ട് ഫൈറ്റ് ചെയ്യേണ്ട സംസ്ഥാനങ്ങളിൽ, മണ്ഡലങ്ങളിൽ പോയി മത്സരിക്കുക എന്നതല്ലേ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കേണ്ട, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വമായിട്ടുള്ള രാഹുൽ ഗാന്ധി സ്വീകരിക്കേണ്ട നിലപാട്? അതുണ്ടായിട്ടില്ല എന്നത് വളരെ ഗൗരവമായി. ഈ നിലപാടാണ് കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ജോഡോ യാത്രയൊക്കെ നടത്തിയിട്ടുണ്ട്, ഞങ്ങളതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഏറ്റവും അവസാനം ജോഡോ ന്യായ് യാത്ര നടത്തി. ആ ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമായി സമാപനത്തിൽ ആവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേദിയിലാവട്ടെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ രാഹുൽ ഗാന്ധി? ഇന്ന് ഈ കേരളത്തിൽ അദ്ദേഹം വയനാട്ടിൽ വന്ന സമയത്തെങ്കിലും മീഡിയക്കാരോട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂവിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? തയ്യാറായിട്ടില്ല. ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും മതനിരപേക്ഷവാദികളുമെല്ലാം വലിയ രൂപത്തിലുള്ള പ്രയാസത്തോടെ നോക്കിക്കാണുന്ന പൗരത്വ നിയമ ഭേദഗതി ഇഷ്യൂവിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. അതല്ലേ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട്? ഇടതുപക്ഷം വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ലേ? രാഹുൽ ഗാന്ധി അതിൽ ജോഡോ യാത്രയുടെ സമാപന വേദിയിലെങ്കിലും പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ? അതുകൊണ്ട് വ്യക്തമായ നിലപാട് സ്വീകരിക്കാതെ BJPക്കെതിരെയുള്ള പോരാട്ടം നടത്താൻ വേണ്ടി കഴിയുമോ? യഥാർത്ഥത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരുന്ന രൂപത്തിൽ ഉള്ള മത്സരത്തിനായിരുന്നു രാഹുൽ ഗാന്ധി തയ്യാറെടുക്കേണ്ടിയിരുന്നത്. പകരം വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ അത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന ചോദ്യം വളരെ ഗൗരവമായി തന്നെ ഇവിടെ വരും. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത്, നേരത്തെ ഇവിടെ ചോദിച്ചല്ലോ, ഒരു കാര്യം കൂടെ പറഞ്ഞാൽ പാർലമെന്റിൽ ഇടപെട്ടു. എന്താണ് ഇടപെട്ടത്? വളരെ ഇവിടെ വസ്തുതാപരമായി പരിശോധിച്ചതിന് ഡിബേറ്റിൻ്റെതായാലും അദ്ദേഹത്തിന്റെ അറ്റൻഡൻസ് ആയാലും ഒക്കെ പരിശോധിക്കാം. ഇനി പാർലമെന്റിൽ വയനാടിന് വേണ്ടി എന്തിടപെട്ടു? വളരെ ഗൗരവമായി കാണേണ്ട വിഷയമാണ്. വളരെ നിർണായകമായ ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ രാഹുൽ ഗാന്ധിയുടെ
2 പാർലമെന്ററി പ്രസംഗങ്ങൾ ഈ വയനാടിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് പോയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ 2 പാർലമെന്ററി പ്രസംഗങ്ങൾ രാജ്യത്തെ തന്നെ പിടിച്ചുകുലുക്കിയതാണ്. ഒന്ന് അദാനി ബന്ധം ആരോപിച്ച് നരേന്ദ്രമോദിക്ക് മുമ്പിൽ നടത്തിയിട്ടുള്ള പ്രസംഗം ഓർമ്മയില്ലേ? അങ്ങനെ കൃത്യമായി എല്ലാ ദിവസവും 100% അറ്റൻഡൻസ്, എല്ലാ ചോദ്യവും ചോദിച്ചു. അങ്ങനെ നമ്മൾ ആ ഒരു അളവ് പോലെ വെച്ചിട്ടാണോ ഇതിനെ അളക്കേണ്ടത്? അല്ല, ഇവിടെ അതാ ഞാൻ സൂചിപ്പിച്ചത്. നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പാർലമെന്റിൽ ഇടപെട്ടു എന്ന് പറഞ്ഞു വയനാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ വളരെ ചുരുക്കം MP-മാർ ഉൾപ്പെടെയുള്ള കേരളത്തിലും വളരെ കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ മാത്രം സ്വാധീനമുള്ള എന്ന നിലയിലുള്ള പാർട്ടി ഇടതുപക്ഷ പ്രസ്ഥാനം, അതിന്റെ നേതൃത്വം കൊടുക്കുന്ന CPIM, നിങ്ങൾ നോക്ക്, പാർലമെന്ററി സംവിധാനം ഒന്നും വലിയ രൂപത്തിൽ ഇല്ലാതിരുന്നപ്പോൾ പോലും കോടതിയിൽ പോയിക്കൊണ്ട് ബോണ്ട് ഇഷ്യൂവിൽ ഇടപെട്ട് നമുക്ക് ഓർമ്മയുണ്ട്. അത്തരത്തിലുള്ള രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ, പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ നയത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ ഈ രാജ്യത്ത് പ്രതിപക്ഷത്തിന്റെ റോൾ നിർവഹിക്കുന്നത് ഇടതുപക്ഷമല്ലേ? അത് നമ്മൾ കാണണ്ടേ? ആ ഇടതുപക്ഷത്തിനെതിരെയാണോ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത്? ഇടതുപക്ഷത്തിനെതിരെയാണോ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് എന്ന ചോദ്യം നേരത്തെ ഇവിടെ ഉന്നയിക്കപ്പെട്ടതാണ്.